Please use EZVIZ app for device Wi-Fi configuration. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് EZVIZ ബ്രാൻഡിൽ വരുന്ന C6 2K റെസൊല്യൂഷനുള്ള ഒരു ക്യാമറയാണ്. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഒരു ക്യാമറ ഹെൽമെറ്റ് ഇല്ലാത്തവരെ പിടിക്കാനും സീറ്റ് ബെൽറ്റ് ഇല്ലാത്തവർക്ക് ഫൈൻ അടിക്കാനുള്ള ക്യാമറയൊന്നുമല്ല കേട്ടോ. ഈ ക്യാമറ നമ്മുടെ ഡെയിലി ആവശ്യങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺ സ്പോട്ട് ഒരു അലേർട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കൊച്ചൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് വരും. ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലൊരു പൂച്ച കയറിയാൽ പോലും നമുക്കൊരു അലേർട്ട് കിട്ടുന്ന ടൈപ്പ് ഹൈ ക്വാളിറ്റി മോഷൻ ഡിറ്റക്ഷൻ എനേബിൾഡ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 4 MB റെസൊല്യൂഷനാണ്. അത് മാത്രമല്ല കേട്ടോ, ഇതിൽ വേവിങ് ഹാൻഡ് റെക്കഗ്നേഷൻ ഉണ്ട്. നമ്മൾ കൈ വീശി കാണിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറയിൽ നിന്ന് കോള് പോകും. അതേപോലെ തന്നെ പെറ്റ് ഡിറ്റക്ഷൻ ഉണ്ട്. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഓമന മൃഗങ്ങളെയൊക്കെ ഈ ഒരു ക്യാമറയുടെ ഫ്രണ്ടിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അലേർട്ട് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. കാഴ്ചയിൽ എക്കോഡോട്ട് പോലെ ഒരു റൗണ്ട് ഷേപ്പ്. നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ക്യാമറയാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവത്ത് പോലുമില്ല. കാരണം ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ഒരു ക്യാമറയുടെ ഒരു ഷേപ്പേ അല്ല. അപ്പോൾ ഈ ഒരു ക്യാമറ നമ്മുടെ പണ്ടുണ്ടായിരുന്ന C6 എന്ന് പറഞ്ഞൊരു ക്യാമറയുടെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ്. അപ്പോൾ അന്നത്തെ ആ ഒരു ക്യാമറ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കണ്ടുകൊണ്ടിരുന്ന ഒരു ലെൻസ് ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് 2 കണ്ണും ഒരു മൂക്കും വരച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് വലിയൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതായത് അവരന്ന് ക്യാമറയുടെ ബ്രോഷറിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു പോർഷൻ, ഇത് നമുക്കറിയാം റൊട്ടേഷൻ ചെയ്യുമ്പോൾ മൂവ് ചെയ്യുന്നൊരു പോർഷനാണ്. ഈ ഒരു പോർഷൻ അനക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ക്യാമറ കണ്ടവർക്ക് എല്ലാം അറിയാം, നമുക്ക് അവിടെ മെമ്മറി കാർഡ് ഇടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ ഇങ്ങനെ താഴേക്ക് മാറ്റാതെ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു ക്യാമറയിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം ഇവിടെ കൊടുത്തിരിക്കുന്നത് തന്നെ മെമ്മറി കാർഡ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ ഈ ഒരു പോർഷൻ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇവിടെയാണ് നമ്മൾ 256 GB മെമ്മറി കാർഡ് ഇടുന്നത്. മാക്സിമം നമുക്ക് 256 GB ഇടാം. 64 32 നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെമ്മറി കാർഡുകളൊക്കെ ഇതിനകത്ത് ഇടാവുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ കൊടുത്തേക്കുന്നത് ഒരു റീസെറ്റ് ബട്ടനാണ്. ഈ ഒരു റീസെറ്റ് ബട്ടൺ നമുക്ക് ഈ ഒരു ക്യാമറയെ ഒരു പ്രാവശ്യം കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു വൈഫൈയിലേക്കൊക്കെ കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു റീസെറ്റ് ബട്ടൺ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്യാമറ റീസെറ്റ് ആയി പോകും. പിന്നെ ഈ ഒരു ഓപ്പൺ ചെയ്ത പോർഷൻ നമുക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് സ്ക്രൂവോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമ്മൾ ഈ പോർഷൻ അതുപോലെ തന്നെ തിരിച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി, അതവിടെ ലോക്കായിട്ടിരുന്നോളൂ കേട്ടോ. പിന്നെ ഈ ഒരു ക്യാമറ നമുക്ക് മൊബൈൽ ആപ്പിലൂടെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഹൊറിസോണ്ടലായിട്ട് റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഈ ഒരു പോർഷനാണ്, ഈ ഒരു മാർക്കിങ്ങിൻ്റെ മുകളിലോട്ടുള്ള പോർഷനാണ് കറങ്ങുന്നത്. അതേപോലെ തന്നെ വെർട്ടിക്കലായിട്ട് റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് പോർഷനില്ലേ, ഇതുമായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം ഈ ഒരു ക്യാമറ വൈഫൈ ക്യാമറ ആണ്. എന്നാലും RJ45 പോർട്ട് ഈ ഒരു ക്യാമറയ്ക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ക്യാമറേനെ വയേർഡായിട്ടും കണക്ട് ചെയ്യാം കേട്ടോ. ഇവിടെ കൊടുത്തേക്കണമെന്ന് വെച്ചാൽ ഈ ഒരു ക്യാമറയ്ക്ക് പവർ കൊടുക്കാവുന്ന ഓപ്ഷനാണ്. അതായത് നമുക്ക് ഇതിൻ്റെ ഒപ്പം ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്, ആ ഒരു അഡാപ്റ്റർ വെച്ചിട്ട് പവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ കൂടെ വന്നേക്കുന്ന ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം കൊടുത്തേക്കുന്നത് ഒരു അഡാപ്റ്ററാണ് കേട്ടോ. നമ്മുടെ സാധാരണ അഡാപ്റ്ററാണ്. 5 വോൾട്ട് 2 ആംപിയർ ആണ് ഈ ഒരു ക്യാമറയുടെ അഡാപ്റ്റർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനോടൊപ്പം തന്നെ ഒരു USB-C ടൈപ്പ് എക്സ്റ്റൻഷൻ കേബിൾ തന്നിട്ടുണ്ട്. 2 മീറ്ററാണ് ഈ ഒരു കേബിളിൻ്റെ ലെങ്ത് വരുന്നത്. നമുക്ക് ഈ ഒരു കേബിള് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്യാമറേനെ നമുക്ക് പവർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒരു ക്യാമറ സാധാരണ എല്ലാവരും ടേബിളിൻ്റെ മുകളിൽ വെറുതെ ഇങ്ങനെ എടുത്തു വെക്കാറാണ് പതിവ്. പക്ഷേ ടേബിളിൻ്റെ മുകളിൽ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ സീലിംഗ് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്സസറിയും കൂടെ ഈ ഒരു ക്യാമറയോടൊപ്പം തന്നെ വരുന്നുണ്ട്. പണ്ട് നമ്മൾ C6-ലൊക്കെ ഈ ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യണമായിരുന്നു സെപ്പറേറ്റ് ആയിട്ട്. ഞാൻ അന്ന് പണ്ടത്തെ ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ ഈ ഒരു ക്യാമറയോടൊപ്പം തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സീലിംഗ് മൗണ്ട് ചെയ്യണ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രൂ സെറ്റും കൂടെ അത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ക്രൂ സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ക്യാമറയെ സീലിംഗ് മൗണ്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ക്യാമറയോടൊപ്പം തന്നെ നമുക്കുള്ളത്. വേറെ സാധനങ്ങളൊന്നും ഈ ഒരു ക്യാമറയോടൊപ്പം വരുന്നില്ല. ഇത്രയും തന്നെ മതി ഈ ഒരു ക്യാമറ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ക്യാമറയ്ക്ക് നമുക്ക് ഇൻബിൽഡ് സ്പീക്കർ ഉണ്ട്, അതുപോലെ തന്നെ മൈക്കും അവൈലബിൾ ആണ് കേട്ടോ.
പിന്നെ നമുക്ക് ഈ ഒരു ക്യാമറയ്ക്കുള്ളിൽ തന്നെ മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു 1 വീക്കിന് മുകളിൽ നമുക്ക് റെക്കോർഡിംഗ് കിട്ടും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലൗഡ് റെക്കോർഡിംഗ് ഫെസിലിറ്റിയും ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ക്യാമറ ഒരു ഇൻഡോർ ക്യാമറയാണ്. ഈ ക്യാമറയെ പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് അയച്ചാൽ മതി. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് അപ്രോക്സിമേറ്റ് ഒരു 5850 രൂപയും ടാക്സും ആ ഒരു റേഞ്ചാണ് ഏകദേശം വരുന്നത്. എക്സാക്റ്റ് പ്രൈസ് അല്ല. എക്സാക്റ്റ് പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് അയച്ച് ചോദിച്ചാൽ മതി. ഞങ്ങളുടെ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റലേഷൻ ടൈമിൽ 100% നിങ്ങൾക്ക് സപ്പോർട്ടും കാര്യങ്ങളെല്ലാം തരുന്നതായിരിക്കും.